السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അലി റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകം. ആസർ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസല്ല, അലി റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറാണ്. അത് സഹീഹുൽ ബുഖാരിയിൽ കിതാബ് റിഖാഖിൽ ഇമാം ബുഖാരി ഈ വാചകം അദ്ദേഹത്തിൽ നിന്നുള്ള ഈ അസർ എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും പ്രസക്തമായി തീരുന്നത് നമ്മളിപ്പോൾ ഷഅബാനിലാണ്. ഇനി ഏതാണ്ട് 3 ആഴ്ചകളോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ റമദാനാണ് സമാഗതമാകാൻ പോകുന്നത്. അപ്പൊ ഇനിയുള്ള ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും ആഖിറത്തിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള സമയങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നത്, ദുനിയാവിനെ കുറിച്ച് ഓരോ മുസ്ലിമും ഓരോ മുഅ്മിനും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകളെ സംബന്ധിച്ചാണ്. അലാ ഇന്ന ദുനിയ ഖദ് ഇർതഹലത് മുദ്ബിറ. അലാ, നിങ്ങൾ അറിയുവിൻ, നിങ്ങൾ മനസ്സിലാക്കുവിൻ. ഇന്ന ദുനിയ ഖദ് ഇർതഹലത് മുദ്ബിറ. ദുനിയാവ് എന്നുള്ളത് പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ്. ഓരോ തലമുറകളായി ആ തലമുറകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, പലതും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പുള്ള തലമുറകൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ,
നമ്മുടെ പിതാക്കള്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ കൂടെയുള്ളവര് പലരും. അങ്ങനെ ഈ ദുനിയാവ് അതങ്ങനെ അള്ളാഹ് നിശ്ചയിച്ച അജലിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഇന്നൽ ആഖിറത ഖദിർതഹലത മുഖ്ബില, തീർച്ചയായും ആഖിറമാകട്ടെ അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുനിയാവ് പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ആഖിറം അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വലികുല്ലിൻ മിൻഹുമാ ബനൂൻ, ഇത് രണ്ടിനും അവരുടേതായ സന്താനങ്ങളുണ്ട്, മക്കളുണ്ട്. ദുനിയാവിന് മക്കളുണ്ട്, ആഖിറത്തിനും മക്കളുണ്ട്. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ആഖിറം നഷ്ടപ്പെടുത്തിയിട്ട് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. അപ്പൊ രണ്ടിനും മക്കളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങളായിത്തീരേണ്ടത് ആഖിറത്തിന്റെ മക്കളാണ്. നിങ്ങളായിത്തീരേണ്ടത് ആഖിറത്തിന്റെ മക്കളാണ്. അമലുകൾ ചെയ്തുകൊണ്ട്, ദിക്റുകളും ദുആകളും ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട്. റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നിങ്ങളായിത്തീരണം, ആഖിറത്തിന്റെ മക്കളായിത്തീരണം, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരായിത്തീരണം, അതിനുവേണ്ടി അമൽ ചെയ്യുന്നവരായിത്തീരണം. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളായിത്തീരരുത്. ദുനിയാവിൽ ജീവിച്ചിട്ട് ആഖിറത്തെ മറന്നുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുക. അങ്ങനെ നിങ്ങൾ ദുനിയാവിന്റെ മക്കളായിത്തീരരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബുൻ, കാരണം ഇന്ന് എന്നുള്ളത്, ഇന്നത്തെ ദിവസം നമുക്ക് അമൽ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് അമലിന്റെ ലോകമാണ്. വലാ ഹിസാബുൻ, ഇവിടെ വിചാരണയില്ല. ഇവിടെ വിചാരണയില്ല. ഇത് അമൽ ചെയ്യാനുള്ള അവസരമാണ്. വലാ ഹിസാബുൻ, ഇവിടെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമലുൻ, എന്നാൽ നാളെ, ഈ ദുനിയാവിലെ ജീവിതത്തിന് ശേഷം നാളെ ഹിസാബുൻ, അവിടെ വിചാരണ ഉണ്ടാകും. വലാ അമലുൻ, അവിടെ അമലുണ്ടാവില്ല, അവിടെ അമൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യാനുള്ള ലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. നാളെ പരലോകത്ത് അവിടെ അമൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല, അവിടെ വിചാരണയായിരിക്കും. അതുകൊണ്ട് അമലുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായിത്തീരണം എന്നുള്ളതാണ് അലി റളിയല്ലാഹു തആല അൻഹു നമുക്ക് നൽകുന്ന വസിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉണർത്തിയത് ഈ ഒരു സംഭവമാണ്. ദുനിയാവിനോടുള്ള സ്നേഹം, ദുനിയാവിനോടുള്ള പ്രേമം, അങ്ങനെ അവർ ആഖിറത്തിനെ മറക്കും. അങ്ങനെ ദുനിയാവിന് വേണ്ടി അവർ മത്സരിക്കുകയും ആ ദുനിയാവിനോടുള്ള മത്സരം അവരെ നശിപ്പിക്കുകയും ചെയ്യും. ഒട്ടനവധി ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ ഉമ്മത്തിന്റെ നേരെ ശത്രുക്കള് വരുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ ഭക്ഷണത്തളികയിലേക്ക് തീറ്റക്കൊതിയാന്മാർ അവർ പാഞ്ഞെടുക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ നേരെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ വരുന്ന ഒരു രംഗത്തെക്കുറിച്ച്. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സുകളിൽ വഹനുണ്ടാകും, വഹനിട്ട് തരും എന്ന് പറഞ്ഞ ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹൻ എന്താണ് എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ അതിൽ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം, മരിക്കാനുള്ള ഭയം. ഈ ദുനിയാവിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം, ദുനിയാവ് എന്നുള്ളത് ഒരു പരിധി വരെ ഇസ്ലാം നമുക്കത് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഹലാലുകളിൽ നിന്നുകൊണ്ട് അത് എത്രത്തോളം ആകാമെന്നുള്ളത് പ്രമാണങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്.
പക്ഷെ ദുനിയാവിന് വേണ്ടി ജീവിച്ചിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ദുനിയാവിന്റെ മക്കളായി ജീവിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് സമയം കിട്ടാതിരിക്കുകയും, നമുക്കൊന്നിനും സമയമില്ലല്ലോ. 24 മണിക്കൂർ നമുക്ക് തികയുന്നില്ല, ഒന്നിനും സമയമല്ല. ടൈമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ള പരാതി. അതാണ് കാരണം. നമുക്ക് എന്തുകൊണ്ട് സമയം കിട്ടാതെ പോകുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടാണോ? പഠിക്കാൻ സമയമല്ല, 5 നേരത്തെ നിസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സമയമല്ല, ദിക്ർ ചൊല്ലാൻ സമയമല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ സമയമല്ല, ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞു: ദുനിയാവിനോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടുണ്ടാകുക. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ നാശം തന്നെ 2 കാര്യങ്ങളിലാണ്. ഈ ഹദീസ് മുമ്പേതോ ഒരു വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഹലാക്ക് ഉമ്മത്തി ഫിൽ കിതാബി വല്ലബനി, എന്റെ ഉമ്മത്തിന്റെ നാശം അത് കിതാബിലും ലബനിലുമാകുന്നു, പാലിലുമാകുന്നു. ഇതിലൊന്നാമത്തത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, മൽ കിതാബു വൽ ലബൻ, എന്താണ് ഈ കിതാബ് കൊണ്ട് ലബന് കൊണ്ടും ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എങ്ങനെയാണ് നശിക്കുന്നത്? എന്റെ ഉമ്മത്ത് നശിക്കുന്ന പറഞ്ഞത്, കിതാബ് കൊണ്ടും ലബന് കൊണ്ടും എന്റെ സമൂഹം നശിക്കുമെന്നാ പറഞ്ഞത്. സഹാബത്തിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഒന്ന്, അവർ ഖുർആൻ പഠിപ്പിക്കും. എന്നാൽ അത് ഏതൊരു വിഷയത്തിൽ ഏതൊരു കാരണത്താൽ അവതരിപ്പിക്കപ്പെട്ടോ, അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണോ റസൂൽ ഉദ്ദേശിച്ചത് എന്താണോ അതല്ലാത്ത രൂപത്തിൽ അവരുടെ റഈനനുസരിച്ച്, അവരുടെ അഖീദനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ട് അവർ നശിക്കും. ഇതാണ് കിതാബ് കൊണ്ട് നശിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിം സമൂഹത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഖിലാഫുകളുടെയും ഇഖ്തിലാഫുകളുടെയും അടിസ്ഥാനം ഇതാണ് എന്നുള്ളത് ചരിത്രം പഠിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ലബൻ കൊണ്ട് നശിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വയുഹിബ്ബൂനൽ ലബന, അവർ ലബൻ ഇഷ്ടപ്പെടും. ഫയദഊനൽ ജമാഅത്തി വൽ ജുമാ, അങ്ങനെ അവർ ജമാഅത്തുകൾ ഒഴിവാക്കും, ജുമാകൾ ഒഴിവാക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആഴ്ചയിൽ നടക്കുന്ന 1 മണിക്കൂർ നടക്കുന്ന ക്ലാസ്സിന് പോലും ശരിക്കും ഇരിക്കാൻ പറ്റാത്ത ഒരു കോലത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരക്കാണ്. 7 ദിവസങ്ങളില് ഓരോ ദിവസങ്ങളിലും 24 മണിക്കൂർ. ആ 24 മണിക്കൂർ നിങ്ങൾ 7 കൊണ്ട് ഗുണിച്ചിട്ട് അതിലൊരു 3/4 മണിക്കൂർ 40 മിനിറ്റ് പോലും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ സമയമില്ലാത്തവരായി തീർന്നിരിക്കുന്നു നമ്മൾ. രാവിലെയും ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും അത് ചൊല്ലാനുള്ള സമയമില്ലാതായി തീരുന്നവരായിരിക്കുന്നു നമ്മൾ. ഇതൊന്നും നമുക്ക് സമയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വയഹിബ്ബൂനൽ ലബന, അവർ ലബനിനെ ഇഷ്ടപ്പെടുന്നവരായി തീരും, പാലിനെ ഇഷ്ടപ്പെടും. അങ്ങനെ ഫയദഊനൽ ജമാഅത്തി വൽ ജുമാ, ജമാഅത്തുകൾ അവർ ഒഴിവാക്കും. കണ്ടോ, ലബനിനെ അവർ സ്നേഹിക്കും. അങ്ങനെ ജമാഅത്തുകൾ ഒഴിവാക്കും, ജുമാകളും ഒഴിവാക്കും. വയബ്ദൂൻ, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ പാലിനു വേണ്ടി അവരുടെ കന്നുകാലികളെ, ഒട്ടകങ്ങളെ വളർത്തുന്നതിന് വേണ്ടി അവർ താഴ്വരകളിലേക്ക് മാറി താമസിക്കും. അങ്ങനെ ജമാഅത്തുകളിൽ പങ്കെടുക്കൂല, ജുമാകളിൽ പങ്കെടുക്കൂല. ഇതാണ് നേരത്തെ പറഞ്ഞ ഹുബ്ബു ദുനിയ. ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ദുനിയാവിന്റെ മക്കളായിട്ട് അവർ ജീവിക്കും, ആഖിറത്തിന്റെ മക്കളായിട്ടല്ല. ജുമാകളില്ല, ജമാഅത്തുകളില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ദീനിന്റെ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ട കിതാബുകൾ, അഖീദ പോലും പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അഖീദയുടെ ഏത് ഗ്രന്ഥമാണ് ശരിയായ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അഖീദത്തുൽ വാസിത്തിയ്യ, ഉസൂലുസ് സലാസ, ഉസൂലുസ് സുന്ന, അങ്ങനെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട, അഖീദയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കിതാബുകൾ പോലും നമുക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആ ഖുർആൻ എന്നെടുത്ത് ഓതാൻ പറഞ്ഞാൽ പോലും തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ അറിയാത്ത അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദിവസങ്ങൾ ഖുർആൻ ഓതാതെ കഴിഞ്ഞു പോകുന്നുണ്ട്.
ഖുർആനൊന്ന് തൊട്ട് നോക്കാതെ, അതൊന്ന് തുറന്നു നോക്കാതെ, അതിന് സമയം കിട്ടുന്നില്ല. അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ദിക്റുകൾ, ദുആകള്, ഇതൊന്നും നമുക്ക് സമയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പാലിന് വേണ്ടി അവരെന്ത് ചെയ്യും? പ്രാന്തപ്രദേശങ്ങളിൽ പോയിട്ട്, താഴ്വരകളിൽ പോയിട്ട് ജീവിച്ചിട്ട് അവർക്ക് ജമാഅത്തുകൾ ഉണ്ടാകില്ല, ജുമുഅകൾ ഉണ്ടാകില്ല. ആ ഒരു അവസ്ഥയിലേക്ക്, ദുനിയാവിന്റെ മക്കളായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങനെ ആഖിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുതേ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേപോലെ തന്നെ ഹദീസിൽ കാണാം, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ബഹ്റൈനിൽ നിന്നും ജിസിയ കിട്ടിയിട്ടുണ്ട്, ആ ജിസിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ സുബ്ഹ് നമസ്കരിച്ചു. ഇങ്ങനെ ബഹ്റൈനിൽ നിന്ന് അദ്ദേഹം എത്തിയിട്ടുണ്ട്, അബൂ ഉബൈദ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അൻസാറുകൾക്ക് ലഭിച്ചു, സഹാബത്തിന് കിട്ടി. അവരാരും പോകാതെ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. ആ സന്ദർഭത്തിൽ നല്ലൊരു വഅദ് കൊടുത്തു, നല്ലൊരു ഉപദേശം കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഉബൈദ, ബഹ്റൈനിൽ നിന്നും ജിസിയയും കൊണ്ടുവന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലേ? അവർ പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു എന്നൊക്കെ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് കാണാം, അവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ. അപ്പൊ ഈ ജിസിയ അത് ലഭിക്കാനുള്ള ആ താല്പര്യത്തിലിരിക്കുകയാണ്, അതിന്റെ വിവരമറിയാനുള്ള താല്പര്യത്തിലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തൊരു ഉപദേശം ആ ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ഫഖറല്ല, ദാരിദ്ര്യമല്ല നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. വലാകിന്നി അഖ്ശാ അൻ തുബ്സത ദുനിയ അലൈക്കും, ദുനിയാവിന്റെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതിനെ ഞാൻ ഭയക്കുന്നു. ദുനിയാവിലുള്ള ലദ്ദാത്തുകൾ, ആസ്വാദനങ്ങൾ, സൗകര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ, അത് നിങ്ങൾക്ക് അതിയായി കിട്ടും, അത് നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടും. ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നിങ്ങൾ നുകരും, അത് നിങ്ങൾ ആസ്വദിക്കും. അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു ജീവിതം, ദുനിയാവ് നല്ലോണം കിട്ടുക, ആഖിറത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, ദുനിയാവ് നല്ലോണം കിട്ടുക, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ. അങ്ങനെ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഏതുപോലെ? കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഈ ദുനിയാവ് അധികമായി കിട്ടിയതുപോലെ, വിശാലമാക്കപ്പെട്ടതുപോലെ, അതിന്റെ സുഖ സൗകര്യങ്ങൾ ലഭിച്ചതുപോലെ, അതേപോലുള്ള സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഫതനാഫസുഹ, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മത്സരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിനു വേണ്ടിയിട്ടാണ് മത്സരം. ഫതനാഫസുഹ, നിങ്ങൾ അതിനുവേണ്ടി പരസ്പരം മത്സരിക്കും. നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കും, ആഖിറത്തിന്റെ കാര്യത്തിലല്ല. ആഖിറത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് 100 കാര്യങ്ങളും കാരണങ്ങളും നമുക്ക് ബോധിപ്പിക്കാനുണ്ടാവും. അത് ഏതൊരു സംഗതിയാണെങ്കിലും, ഇൽമു പഠിക്കുന്ന വിഷയമാണെങ്കിലും, അതല്ലെങ്കിൽ സ്വതക്കയുടെ വിഷയമാണെങ്കിലും, അതിലൊരുപാട് നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം മത്സരിക്കും. ഏതുപോലെ? കമാ തനാഫസുഹ, നിങ്ങളുടെ മുൻഗാമികൾ മത്സരിച്ചതുപോലെ ദുനിയാവിന് വേണ്ടിയിട്ട് നിങ്ങൾ മത്സരിക്കും. 24 മണിക്കൂറും ദുനിയാവ്. ശരിയായിട്ട് നിസ്കരിക്കാൻ പോലും സമയമല്ല, നോമ്പ് നോക്കാൻ സമയമല്ല, ദിക്റ് ചൊല്ലാൻ സമയമല്ല, ദുആക്ക് സമയമല്ല, ഖുർആൻ പാരായണം ചെയ്യാൻ സമയമല്ല, ഒന്നിനും സമയമല്ല, ഒരു ക്ലാസ്സിന് ഇരിക്കാനും പോലും സമയമല്ല, ദീന് പഠിക്കാൻ ഒന്നിനും സമയമല്ലാതെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ ദുനിയാവിൽ തന്നെ, ദുനിയാവിന്റെ മക്കളായിട്ട്, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ദുനിയാവിന്റെ മക്കളായിട്ട് നിങ്ങൾ ജീവിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, അങ്ങനെ ഈ ദുനിയാവിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മത്സരം അത് നിങ്ങളെ നശിപ്പിച്ച് കളയും. ആഖിറത്തിൽ ഒന്നും ഉണ്ടാവില്ല.
ആഖിറത്തില് ശരിയായ അഖീദ പോലും പഠിക്കാതെ മരിച്ചു പോകാനായിട്ട് മാറും. ശരിയായ നിസ്കാരം പോലും 5 നേരത്തെ നിസ്കാരം പോലും നിസ്കരിക്കാത്തവനായിട്ട് അങ്ങനെ മരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് അങ്ങനെ നിങ്ങൾ നശിക്കും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് ഇങ്ങനെയാണെന്നാണ്. ദുനിയാവിന് വേണ്ടിയിട്ട് മത്സരിച്ചിട്ട്, ദുനിയാവിന് വേണ്ടിയിട്ട് അവർ ജീവിച്ചിട്ട്, ആഖിറം മറന്നിട്ട് അവർ ജീവിച്ചു. ആ മത്സരം അവരെ നശിപ്പിച്ചു. അതേപോലെ നിങ്ങളുടെ മേലും ദുനിയാവ് വിശാലമാക്കപ്പെടും, അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കും, അത് നിങ്ങളെ നശിപ്പിക്കും. ഈ കാര്യത്തിലാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്. അതല്ലാതെ നിങ്ങളൊക്കെ ദരിദ്രരായിട്ട് അങ്ങനെ ഫക്കീറന്മാരായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടി വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ഞാൻ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് പല ഹദീസുകളിലും കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, അല്ലെ? പെണ്ണുങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ ഫത്തഖുദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് കാണാം ദുനിയാവ് എന്നുള്ളത് മധുരമുള്ളതാണ്, പച്ചപ്പുള്ളതാണ് ദുനിയാവ് എന്നുള്ളത്. അതിന് ഉലമാക്കൾ 2 രൂപത്തിൽ വിശദീകരിച്ചു. പച്ചപ്പുള്ളതും മധുരമുള്ളതും അതാന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനും അത് കണ്ടാൽ കിട്ടണമെന്ന് തോന്നും, നമ്മുടെ മനസ്സിനും അത് വളരെ ആസ്വാദികരമായിരിക്കും, ആനന്ദകരമായിരിക്കും. അതേപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. അത് പച്ചപ്പുള്ളതാണ്, അതേപോലെ തന്നെ മാധുര്യമുള്ളതാണ് ദുനിയാവ് എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എങ്ങനെയാണ് അമൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലാഹു നോക്കുന്നത്. ആ ദുനിയാവിന്റെ പച്ചപ്പിന്റെ പിന്നാലെ പോകരുത്. ദുനിയാവ് എന്നുള്ളത് ആസ്വാദ്യകരമാണ്, നമുക്ക് ഒരുപാട് അനുഭവിക്കാനും ആനന്ദിക്കാനും ഉണ്ടാകും, പ്രത്യേകിച്ചും ഹറാം ഹലാലും നോക്കാത്ത ആളുകൾക്ക്. അതിന്റെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ്. എന്നിട്ടാ പറഞ്ഞത് എന്ത്? ഫത്തഖു ദുനിയാ ഫത്തഖു നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചോളൂ, നിങ്ങൾ പെണ്ണുങ്ങളെയും സൂക്ഷിച്ചോളൂ. ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം. ഇത്രത്തോളം ഫിത്നയുള്ളത് കൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇസ്തിആദത്തുകൾ ഒരുപാടുണ്ട്. പലതിന്റെയും ഷർറുകളിൽ നിന്ന് ഇസ്തിആദത്ത് ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷ ചോദിക്കുക, ശരണം തേടാൻ പലതിന്റെയും ഷർറിൽ നിന്ന് ഒരുപാട് ദുആകൾ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ദിക്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പലതിന്റെയും ഷർറിൽ നിന്ന് ഇസ്തിആദത്ത് ചോദിക്കണം അല്ലാഹുവിനോട്. ശൈത്താനിന്റെ അതല്ലാത്തതിന്റെ പലതിന്റെയും ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിആദത്ത് ചോദിച്ചത് ഒന്ന് ഈ ദുനിയാവിന്റെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ളതാണ്. ആ ഹദീസ് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയിൽ തന്നെ ഹദീസ് വന്നിട്ടുണ്ട്, കിതാബു ദഅവാത്തിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വഅഊദു ബിക മിനൽ ജുബ്നി വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംരി വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ. ഇതിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കാറുണ്ട്. ഒന്ന് ബുഖ്ല്, പിശുക്ക്, അല്ലാഹുവിന്റെ മാർഗത്തില് സ്വതക്ക കൊടുക്കുന്നതിനുള്ള പിശുക്ക്, ബുഖ്ല്. അതേപോലെ തന്നെ ജുബിന്, ഭീരുത്വം. ഒരു മുസ്ലിം ഒരിക്കലും ഭീരുവല്ല. ആ ജുബിനിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ച് വീണ്ടും ആ ദുർബലമായ, ഏറ്റവും ദുർബലമായ ഒരു തിഫിലിന്റെ അവസ്ഥയിലേക്ക്, ഒരു ചെറിയ കുട്ടിയുടെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ആ വാർദ്ധക്യഘട്ടം. എന്നിട്ട് പറഞ്ഞു വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ ഫിത്നത്തിദ് ദുനിയാ, ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്. ഇതാണ് ദുനിയാവിന്റെ ഫിത്ന. ആഖിറത്തെ മറക്കുക, ആഖിറത്തിന് വേണ്ടിയിട്ട് അമൽ ചെയ്യാൻ സമയം കിട്ടാതിരിക്കുക, ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുക. ഒന്നിനും സമയം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട്. അപ്പൊ അതാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഫുളൈൽ ഇബ്നു അയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടി പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിന് വേണ്ടിയിട്ട് നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ദുനിയാവിനെ സൂക്ഷിക്കേണ്ടത് ആഖിറത്തിലെ അമല് ചെയ്യാൻ മറന്നിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോകാതിരിക്കും.
അതിന് സമയം കിട്ടാതിരിക്കാൻ. ഇത്ര കൊല്ലം പോകും, ഇത്ര വർഷം. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും മരിച്ചു. ഇനി നമുക്ക് എത്ര കാലം കിട്ടും? ഫുളൈൽ ഇബ്നു അയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഫക്കറു, നിങ്ങൾ ചിന്തിക്കണം. ഇനി റമളാനാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ റമളാന് നമ്മുടെ കൂടെയുള്ള പലരും മരിച്ചിട്ടുണ്ട്. ഇനിയുള്ള റമളാന് ആ മാസത്തിൽ ജീവിച്ചിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. തഫക്കറു, നിങ്ങൾ ചിന്തിക്കണം. വഅമലു മിൻ ഖബ്ലി അൻ തൻദമു, നിങ്ങൾ ഖേദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, അതിന്റെ മുമ്പ് നിങ്ങൾ അമല് ചെയ്തോളി. വഅമലു, നിങ്ങൾ അമല് ചെയ്തോളി, നിങ്ങൾ അമല് ചെയ്യുവിൻ. മിൻ ഖബ്ലി അൻ തൻദമു, നിങ്ങൾ ഖേദിക്കേണ്ടി വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ അമല് ചെയ്തോളി. ആഖിറത്തിന് വേണ്ടിയിട്ട് അമല് ചെയ്തോളി. കാരണം ദുനിയാവ് എന്നുള്ളത് നമുക്ക് തോന്നും കുറെ ഉണ്ട് എന്നുള്ളത്. കുറെ അല്ല, കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവിനെ കുറിച്ച് വിശദീകരിച്ച നല്ലൊരു വിശദീകരണം അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ഉറങ്ങുമ്പോൾ കാണുന്ന നല്ലൊരു സ്വപ്നം, നല്ല ആസ്വാദികരമായ ഒരു സ്വപ്നം. അയാൾ ഉണർന്നപ്പോൾ ഒന്നുമില്ല. ഈ ഒരു ഉറക്ക് പോലെയാണ്, ഈ ഉറക്കത്തിൽ കണ്ട ആ ആസ്വാദ്യകരമായ മധുരതരമായ സ്വപ്നം പോലെയാണ് ഈ ദുനിയാവിലത്തെ ജീവിതം എന്നുള്ളതാണ്. അത് വളരെ കുറച്ചുള്ളൂ, പിന്നൊന്നും ഉണ്ടാവില്ല. അത് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഒരു വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിലാണ് അദ്ദേഹം പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ഈ ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന ആയത്ത്. സൂറത്ത് നിസായിലൊക്കെ ആയത്ത് വന്നിട്ടുണ്ട്. ഖുൽ മതാഉ ദുനിയാ ഖലീലുൻ, ദുനിയാവിലെ സൗകര്യങ്ങള്, ആ ആസ്വാദനങ്ങള്, സുഖ സൗകര്യങ്ങള്, അത് എത്ര കുറെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷേ ഖുർആൻ പറയുന്നത് മതാഉ ദുനിയാ ഖലീലുൻ, ദുനിയാവിലെ നിങ്ങൾ ഈ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് വളരെ കുറച്ച് മാത്രമാണ്. എന്റെ അർത്ഥം, ആഖിറത്തിൽ അമല് ചെയ്യാൻ മറന്നുകൊണ്ട് ദുനിയാവിന്റെ ഈ ലസ്സത്തുകള്, ദുനിയാവിന്റെ ഈ നിഅമത്തുകള് ഇത് ആസ്വദിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ദുനിയാവ് എന്നുള്ളത്. ഖുർആൻ പല സ്ഥലത്തും അത് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവിലെ മതാ എന്നുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ആ ആയത്തിന്റെ തഫ്സീറിലാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മദ്ദുനിയാ കുല്ലുഹാ അവ്വലുഹാ വആഖിറുഹാ, ദുനിയാവിന്റെ ആദ്യം മുതൽ അവസാനം വരെ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുനിയാവിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും, ദുനിയാവിലുള്ള എല്ലാ ആസ്വാദനങ്ങളും. അതേതുപോലെയാണ്? ഇല്ല കറജുലിൻ നാമ നൗമതൻ, അയാളൊരു ഉറക്കുറങ്ങി. ഫറആ ഫീ മനാമിഹി ബഅദ മാ യുഹിബ്ബു, അയാൾ ഇഷ്ടപ്പെടുന്ന ചിലതൊക്കെ ആ സ്വപ്നത്തിൽ കണ്ടു അയാള്. സുമ്മൻതബഹ, പിന്നെ അയാൾ ഉണർന്നു, പിന്നെ അയാൾ ഒന്നും കാണുന്നില്ല. വളരെ ഉറക്കുറങ്ങി, അയാൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടു, അയാൾ ഉണർന്നു, അയാൾക്കൊന്നും കിട്ടുന്നില്ല. ഇതേപോലെയാണ് ദുനിയാവത്തെ ജീവിതം എന്നുള്ളത്. ഇതൊരു ഉറക്ക് പോലെയാണ്. ഉറക്കത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ കാണുന്നത് പോലെയാണ്. അത്രക്കും നിസാരമാണ്, ചെറുതാണ് ഈ ദുനിയാവ് എന്നുള്ളത് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ അത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഫുളൈൽ ഇബ്നു അയാദ് പറയുന്നത്, നിങ്ങൾ അമല് ചെയ്യണം, അമല് ചെയ്തിട്ടില്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോളും, ആഖിറത്തിന് വേണ്ടിയിട്ട് അമല് ചെയ്തോളും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ തഗ്തറൂ ബിദ്ദുനിയ, നിങ്ങൾ ദുനിയാവ് കൊണ്ട് വഞ്ചിതരാകരുത്. ഖുർആനിൽ പല സ്ഥലത്ത് ഈ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വഞ്ചിതരാകരുത് ദുനിയാവിന്റെ കാര്യത്തിൽ. പലരും വഞ്ചിക്കപ്പെടുകയാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല മത്താവുൽ ഉറൂർ, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വഞ്ചിക്കുന്ന ഒരു മത്താവ് മാത്രമാണ്, ഒരു സുഖം മാത്രമാണ്, ഒരു വിഭവം മാത്രമാണ് ദുനിയാവ് എന്നുള്ളത്. അപ്പൊ അതിലും മറന്നിട്ട് ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്നവൻ സ്കരിക്കാൻ പോലും സമയമില്ല, ദീന് പഠിക്കാൻ പോലും സമയമില്ല, ഖുർആൻ ഓതാൻ പോലും സമയമില്ല, ഒന്നിനും സമയമില്ല. ദീനിന്റെ ഒരു കാര്യത്തിൽ ഒന്നിനും വിളിച്ചാലും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ജിഹാദ് ചെയ്യാം, ഒന്നിനും സമയമില്ല. വെറും ദുനിയാവ് 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 ദുനിയാവ്, ഇത് തന്നെ 24 മണിക്കൂറും ദുനിയാവ്. അത് പോരാന്നുള്ളതാണ് പറയുന്നത്. 3 നേരം ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് ടൈമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഇൽമു പഠിച്ചിട്ടാ, ഇൽമു പഠിക്കാൻ പോയിട്ടാ, ദിക്റുകളും ദുആകളും നടത്തിയിട്ടാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടാ, ഒന്നുമല്ല, ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ,
രണ്ടിനും മക്കളുണ്ട്. ദുനിയാവിനും മക്കളുണ്ട്, ആഖിറത്തിനും മക്കളുണ്ട്. നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്. ഇത് അമല് ചെയ്യാനുള്ള ചാൻസാണ്. അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദ് പറയുന്നത് വലാ തഗ്തറു ബിദ്ദുനിയ, നിങ്ങൾ ദുനിയാവ് കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, വഞ്ചിതരാകരുത് ദുനിയാവിന്റെ കാര്യത്തിൽ. കാരണം ഫഇന്ന സ്വഹീഹഹാ യസ്ഖമു, ദുനിയാവിൽ ജീവിക്കുന്ന എത്ര ആരോഗ്യമുള്ളവനും അവൻ രോഗിയായിത്തീരും. ഫഇന്ന സ്വഹീഹഹാ യസ്ഖമു, ഈ ലോകത്ത് ജീവിക്കുന്ന എത്ര ആരോഗ്യമുള്ളവനും രോഗിയായിത്തീരുന്നു. വജദീദഹാ യബ്ല, എത്ര പുതിയതാണെങ്കിലും എത്ര പുതിയ സാധനമാണെങ്കിലും അത് നുരുമ്പിപ്പോകും. വനഈമഹാ യഫ്ന, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അത് എത്ര തോനെ കിട്ടിയാലും എത്ര അധികം കിട്ടിയാലും ഒരു പ്രയാസവും പറഞ്ഞിട്ടില്ലെങ്കിലും യഫ്ന, ആ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകും, ആ അനുഗ്രഹങ്ങളൊക്കെ നശിച്ചു പോകും. വശബാബഹാ യഹറമു, ഈ ദുനിയാവിലെ യുവത്വം എന്നത് അത് ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കും. അതുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഖേദിക്കേണ്ടി വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ അമല് ചെയ്തോളി, നിങ്ങൾ ചിന്തിച്ചോളി. ഇത് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളാണ്. അപ്പോ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾക്ക് വേവലാതി എത്രത്തോളം ഉണ്ടാകുന്നു അത്രത്തോളം പരലോകത്തിന്റെ കാര്യത്തിലുള്ള വേവലാതി കുറയും. നമുക്ക് പേടിയും ബേജാറൊക്കെ എന്തിനെ കുറിച്ചാ, ചിന്തയും ഒക്കെ ആഖിറത്തിനെ കുറിച്ചല്ലല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ. ദുനിയാവ് വേണ്ട എന്നുള്ളതിന് പറഞ്ഞതിന് അർത്ഥമല്ല, ദുനിയാവ് വേണം. ആ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ദുനിയാവിൽ നമുക്കുള്ള നസീബ് നമുക്കത് അള്ളാഹ് ഹലാലാക്കി തന്നതാണ്. നമ്മൾ ചൊല്ലുന്ന ദുആയിൽ പോലും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ദുനിയാവിലും ആഖിറത്തിലും. പക്ഷെ അതെന്താകരുത്, ആഖിറത്തിലേക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നത് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആഖിറത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സമയം കിട്ടാതെ ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഒരിക്കലും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ ലോകം അതിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ ഒരു ചാട്ടയുടെ സ്ഥലം കിട്ടുന്നതാണ്. സ്വർഗത്തിൽ ഒരു ചാട്ടയുടെ സ്ഥലം കിട്ടുന്നതാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൗളിഉ സൗതി അഹദിക്കും മിനൽ ജന്നതി ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അമല് ചെയ്യേണ്ടത്. ചില റിവായത്തുകളിൽ കാണാൻ ഒരു അമ്പിന്റെ അത്ര സ്ഥലം സ്വർഗത്തിൽ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ചാട്ടയുടെ സ്ഥലം സ്വർഗത്തിൽ കിട്ടുന്നതാണ് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഹയറായിട്ടുള്ളത്. അപ്പൊ ദുനിയാവ് എന്നുള്ളത് കുറച്ചേ ഉള്ളൂ. കുറച്ച് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഉദാഹരണം നമുക്ക് കാണാം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം, നിങ്ങളിൽ ഒരാൾ സമുദ്രത്തിൽ പോയിട്ട് ആ ചെറു വിരലൊന്ന് ആ സമുദ്രത്തിൽ മുക്കട്ടെ, എന്നിട്ട് അവൻ നോക്കട്ടെ ആ ചെറു വിരലിൽ എന്താണുള്ളത് എന്ന് അവൻ നോക്കട്ടെ. ഇതാണ് ആഖിറത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ദുനിയാവിന്റെ സ്ഥിതി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എന്താ പറഞ്ഞത്, വല്ലാഹ് മദ്ദുനിയാ ഫിൽ ആഖിറതി, ദുനിയാവും പരലോകവും തമ്മിലുള്ള അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അത് തമ്മിലുള്ള അന്തരം, അത് തമ്മിലുള്ള വ്യത്യാസം. മദ്ദുനിയാ ഫിൽ ആഖിറതി, പരലോകത്തെ അപേക്ഷിച്ചിടത്തോളം ദുനിയാവ് എന്നുള്ളത് ഇല്ലാ മിസ്ലുമാ യജാലു അഹദുക്കും മിസ്ബാഹു ഫിൽ യമ്മി. ആ ഹദീസിന്റെ റിപ്പോർട്ടറായ യഹ്യ ഇബ്നു സഈദ് ചൂണ്ടുവിരൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നിങ്ങളിൽ ഒരാൾ ആ ചൂണ്ടുവിരൽ കൊണ്ടുപോയിട്ട് എമ്മ് എന്ന് പറഞ്ഞാൽ ബഹർ എന്നാണ് അർത്ഥം. ബഹറിൽ കൊണ്ടുപോയിട്ട് മുക്കുന്നു. ഫൽ എൻദുർ ബിമ തർജിഉ, ആ ചൂണ്ടുവിരലിൽ എന്താണുള്ളത് എന്ന് അവൻ നോക്കട്ടെ. എന്താണ് ആ ചൂണ്ടുവിരലിലുള്ളത്? നമ്മൾ ഈ ദുനിയാവില് ആസ്വദിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ, ആസ്വാദനങ്ങളുണ്ടോ, വിഭവങ്ങളുണ്ടോ, സൗകര്യങ്ങളുണ്ടോ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഈ വിരലിൽ കാണുന്ന ആ സമുദ്രത്തിന്റെ ജലത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ദുനിയാവിലെ അസൽ ബസ്രി പറഞ്ഞതുപോലെ മിൻ അവ്വലിഹ വ ആഖിരിഹ, അതിന്റെ ആഖിരിഹ, ആ ദുനിയാവിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം നമുക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നാ അതാ വിരലിൽ കൊണ്ടുപോയി വെച്ചാൽ. ഇതിനെ ഇബ്നു ഉസൈമീനൊക്കെ വ്യാഖ്യാനിച്ചത്, പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിച്ചു. ഒരുപാട് ആളുകൾ കൊണ്ടുപോയി ആ സമുദ്രത്തിൽ വിരൽ മുക്കി, എത്ര കുറച്ചേ ഉള്ളൂ. ഒരു സമൂഹം ഒന്നടങ്കം ആ സമുദ്രത്തിൽ കൊണ്ടുപോയി വിരൽ മുക്കിയാൽ ആ വിരലിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ ഈ ദുനിയാവിലുള്ള മൊത്തത്തിലുള്ള ലദ്ദാത്തുകളും നഈമുകളും. അത്രേ ഉള്ളൂ, ആ വിരലിൽ അത്രേ ഉള്ളൂ, അത്ര കുറച്ചേ ഉള്ളൂ.
എന്നിട്ട് ആ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുക. സമയമല്ല, ഇന്ന് സമയമല്ല. ജമാഅത്തിന് പോകാൻ എന്ത് ജമാഅത്ത്, ഇന്നും സമയമല്ല. ഖുർആൻ ചിലപ്പോൾ കഴിഞ്ഞ റമദാനിന് ഖുർആൻ തുറന്ന് ചോദ്യ ആൾക്കാരുണ്ടാവും. രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ ഒറ്റൊന്നും ഹിഫ്ളല്ല, വെറും ദുനിയാവ് തന്നെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു ഞാനുണ്ട്. ഇന്നൊരു മയ്യത്തിനെ അനുഗമിച്ച ആളുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു ഞാനുണ്ട്. ഇങ്ങനെ ഓരോന്നും ഞാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊന്നും സമയമല്ല. എന്തുകൊണ്ട്? ദുനിയാവിന്റെ പിന്നാലെ. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് ആർക്കും വേണ്ടാത്ത ചത്ത ആടുണ്ട്. ചത്ത ആട്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം. ആ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടക്കുമ്പോൾ ഈ ചത്ത ആടിനെ കണ്ടു. ചത്ത ആടെന്ന് മാത്രമല്ല, അതിന്റെ ചെവി രണ്ടും ചെറുതാണ്. ചില റിവായത്തുകളിൽ കാണാൻ ചെവി മുറിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചെവിക്ക് പിടിച്ചിട്ട് ചോദിച്ചു, സഹാബത്തിനോട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹമിൻ, ഇതിനെ ഒരു ദിർഹമിന് ആർക്ക് വേണം? ഇത് വാങ്ങിക്കാൻ, ഒരു ദിർഹമിന് ഇത് വാങ്ങിക്കാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു ദിർഹമിന് ഇതിനെ വാങ്ങിക്കാൻ. ആ ചത്ത ആടിന്റെ ചെവി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖാലൂ മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ വമാ നസ്നഉ ബിഹി. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ആർക്കും അതിനെ വാങ്ങാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ എന്താ അതുകൊണ്ട് ഈ ചത്ത ആടിനെ കൊണ്ട് ചെയ്യുന്നത്? ഖാല അതുഹിബ്ബൂന അന്നഹു ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നാൽ വെറുതെ ദിർഹമൊന്നും വേണ്ട, ഈ ആടിനെ കൊണ്ടുപോകാൻ വാങ്ങിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ആടിനെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ഖാലൂ, സഹാബത്ത് പറഞ്ഞില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ അരക്കച്ചത്താണെന്ന് വേണ്ട. അവര് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലദാലിക ലഹും സലാസ, 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം എന്ന് പറഞ്ഞ ഹദീസുകളിൽ കാണാം. ചില പ്രത്യേകമായ സംഗതികൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് കാണാം. അത് 3 പ്രാവശ്യം ചോദിച്ചു. അപ്പൊ അവര് 3 പ്രാവശ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇല്ല വേണ്ട, നിങ്ങൾക്ക് ഈ ആടിനെ വേണ്ട. വല്ല ലൗ കാന ഹയ്യൻ ലകാന ഐബൻ ഫീഹി അന്നഹു അസക്കു വൽ അസക്കു. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ജീവനുള്ളതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? അത് അസക്കാണ്. അസക്ക് എന്ന് പറഞ്ഞാൽ സ്വഗൈറുൽ ഉദ്നൈനി, 2 ചെവികളും ചെറുതായ, ചിലതിൽ കാണാൻ മുറിഞ്ഞു പോയത്. ജീവനുള്ളതാണെങ്കിൽ തന്നെ ആടിന് ന്യൂനത ഉണ്ട്, ആടിന് കേടുണ്ട്. ജീവനുള്ളതാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അവര് പറഞ്ഞു, അല്ലാഹു റസൂൽ ഇത് മയ്യിത്താണ്. ഇനി മയ്യിത്ത് അല്ലെങ്കിൽ തന്നെ അത് ഹൈ ആണെങ്കിൽ തന്നെ അതിന് അയബുണ്ട്. അയബുണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ചെവി ചെറുത്ത. പിന്നെന്തിനാ ഞങ്ങൾക്ക് അതിനെ? അത് പറഞ്ഞു സഹാബത്ത്. ഖാല, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല തന്നെയാണ് സത്യം. ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ചത്ത ആട് ഇത് നിങ്ങൾക്ക് എത്രത്തോളം നിസ്സാരമാണോ, നിന്ദ്യമാണോ, അത്രത്തോളം ഈ ദുനിയാവ് അള്ളാന്റെ അടുത്ത് നിന്ദ്യമാണ്, നിസ്സാരമാണ്. നമ്മളൊക്കെ ആ ചത്ത ആടിന്റെ പിന്നാലെയാണ്. ഖലീലാണ്, പക്ഷെ നമുക്ക് ആ ചത്ത ആട് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവ് എന്നുള്ളത് ഈ ചത്ത ആട് ദിർഹമിന് വേണമെന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. വെറുതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമാണോ കൊണ്ടുപോകാൻ? അവർ പറഞ്ഞു, ഇനി ജീവനുള്ളതാണെങ്കിൽ തന്നെ അതിന് പ്രശ്നങ്ങളുണ്ട്, തകരാറുകളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ആർക്കും വേണ്ടാത്ത ഒരു ചത്ത ആട്, വെറുതെ പോലും വേണ്ട. നിങ്ങൾക്ക് ഈ ആട് എന്നുള്ളത് അത്രത്തോളം നിസ്സാരമാണ്, അയബുണ്ട്, അതിന് നിന്ദ്യമാണ്, നിസ്സാരമാണ് ഈ ആട്. അതുകൊണ്ട് ആർക്കും വെറുതെ പോലും ഈ ആടിനെ കൊണ്ടുപോകണ്ട, വെറുതെ പോലും ഈ ആടിനെ വാങ്ങിക്കണ്ട. എന്നാൽ ഈ ദുനിയാവ് എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നിന്ദ്യമാണ്, നിസ്സാരമാണ്. പക്ഷെ നമ്മളൊക്കെ നിസ്കരിക്കാതെ, ജിഹാദില്ലാതെ, സ്വതക്കല്ലാതെ, ഒന്നുമില്ലാതെ എല്ലാവരും രാവിലെ മുതൽ 24 മണിക്കൂറുണ്ട്. തിന്നാനും സമയമല്ല, കുട്ടിക്കാൻ സമയമല്ല, ഒന്നിനും സമയമല്ല. ഈ ചത്ത ആടിന്റെ പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ദുനിയാവിന്റെ മക്കളാകരുത് എന്ന് പറഞ്ഞത്. ദുനിയാവിന്റെ മക്കളുണ്ട്, ആ ദുനിയാവിന്റെ മക്കളായിട്ട് ജീവിക്കണം. ഹസൻ ബസ്രി പറഞ്ഞതുപോലെ ആ സ്വപ്നത്തിൽ കണ്ട ആ മധുരമുള്ള സ്വപ്നം, ആസ്വാദികരമായ സ്വപ്നം, നമ്മൾ ഇഷ്ടപ്പെട്ട സ്വപ്നം, ഉണർന്നപ്പോ ഒന്നുമില്ല, നമ്മൾ ആ സ്വപ്നത്തിന്റെ പിന്നാലെ, ഇതിന്റെ പിന്നാലെ.
അവന് വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത് ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞതുപോലെ ചിന്തിക്കാനുള്ള സമയമാണ്, നമുക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. സൂറത്ത് റൂമിലെ ഒരായത്തുണ്ട്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ആയത്തിന്റെ അർത്ഥം മനസ്സിലായോ? അവരെ മനസ്സിലാക്കുന്നത്, അവരറിയുന്നത്, അവർക്ക് ഇൽമുള്ളത് ഈ ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ആഖിറത്തിന്റെ കാര്യത്തിലാകട്ടെ അവർ അശ്രദ്ധരാണ്. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആയത്ത് ശ്രദ്ധിച്ചോ? അവരറിയുന്നതും മനസ്സിലാക്കുന്നതും ദുനിയാവിനെ കുറിച്ചാണ്, അതിന്റെ ലാഹിറായ ഈ പറഞ്ഞ സ്വപ്നത്തെക്കുറിച്ച്, പറഞ്ഞ ആടിന്റെ പിന്നാലെ, അതിനെക്കുറിച്ചാണ് അവർ അറിയുന്നതും മനസ്സിലാക്കുന്നതും. എന്നാൽ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, പരലോകത്തിന്റെ കാര്യത്തിലാകട്ടെ അവർ അശ്രദ്ധരാണ്. ആ ഗഫലത്ത് നമുക്കുണ്ടോ? ഉള്ള ഗഫലത്തിലാണ്. ചില ആൾക്കാർ ആഴ്ചയിലൊരു ക്ലാസ്സിന് വരുന്നത് പോലും എന്തോ ഒരു അള്ളാന്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ പോലെയാണ് ഒരാൾക്ക്. ഞാൻ ക്ലാസ്സിന് വന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആഴ്ചയിൽ 1 മണിക്കൂർ. അള്ളാഹ് പറഞ്ഞതുപോലെ നിങ്ങൾ നന്മ ചെയ്താൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്താ? ഓരോരുത്തരും നന്മ ചെയ്യുന്നത് അവനവന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ കുഫർ കാണിച്ചാൽ ആ കുഫറിന്റെ കേടും അതിന്റെ അതാപ് നിങ്ങൾക്ക് തന്നെയാണ്. അതിനത്രേ ഉള്ളൂ. എന്നിട്ട് അതുപോലും അതിന് പലർക്കും സമയമല്ല, അത് തന്നെ എന്തോ ഒരു വലിയ കാര്യം എന്നുള്ള നിലക്കാണ്. ഓക്കെ, ഈ ചത്ത ആടിന്റെ പിന്നെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്താ പറഞ്ഞത്? ദുനിയാവിനെ കുറിച്ചാണ് അവരറിയുന്നത്, പരലോകത്തിന്റെ കാര്യത്തിലാകട്ടെ അവർ അശ്രദ്ധരാണ്, അവർ ഗാഫിലീങ്ങളാണ്. പരലോകത്തിന്റെ കാര്യത്തിൽ ഗാഫിലീങ്ങളാണ്. അതിന്റെ വ്യാഖ്യാനത്തിലാണ് ഇബ്നു കസീർ പറഞ്ഞത്, അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും ലൈസ ലഹും ഇൽമുൻ ഇല്ലാ ബിദുനിയ, ദുനിയാവിനെ കുറിച്ചല്ലാതെ അവരിൽ അധിക പേർക്കും ഒരു ഇൽമുമില്ല. ദുനിയാവിനെ കുറിച്ച് എന്ത് ചോദിച്ചോ കിട്ടും. നമസ്കാരത്തിൽ അത്തയ്യാത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ടുക്കോ, 50 കൊല്ലം 60 കൊല്ലം ജീവിച്ചിട്ട് നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെയും ദുആകളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം കിട്ടില്ല എന്ന് പറഞ്ഞ ഇതാണ് ചത്ത ആടിന്റെ പിന്നാലെ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആ സ്വപ്നത്തിന്റെ പിന്നാലെയാണ്. സമയമല്ല, അഖീദ സമയമല്ല, ഒന്നും പഠിച്ചിട്ടില്ല, അതൊക്കെ നിർബന്ധമാണല്ലോ. അപ്പൊ ജനങ്ങളിൽ അധിക പേര് അവർക്ക് ദുനിയാവിനെ കുറിച്ചല്ലാതെ ഒരു ഇൽമുമില്ല. എന്താ ദുനിയാവിനെ കുറിച്ചുള്ള വിവരം? വാക്സാബിഹ വശൂനിഹ വമാഫിഹ, ആ ദുനിയാവിലുള്ള കാര്യങ്ങളെ കുറിച്ചല്ലാതെ ഒരു അറിവ് അവർക്കില്ല. ഫഹും ഹദ്ദാകുൻ, അത് കിയാവുൻ ഫീ തഹ്സീലിഹ വവുജൂഹി മക്കാസിബിഹ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഫഹും ഹദ്ദാകുൻ, അവരെന്താണ്? ഹദ്ദാക്കീങ്ങളാണ്. ഹദ്ദാക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിപുണന്മാരാണ്. അവരാരാണ്? സമർത്ഥരാണ്. ഹുദ്ദാക്ക് അവര് സമർത്ഥരാണ്, നിപുണന്മാരാണ്. അദ്കിയ, ബുദ്ധിയുള്ളവരാണ്. ഏത് കാര്യത്തില്? ഫീ തഹ്സീലിഹ, ആ ദുനിയാവ് ഏതൊക്കെ മാർഗങ്ങളിലൂടെ കിട്ടും, അതേതൊക്കെ മാർഗങ്ങളിലൂടെ ഇന്ന നിലകളൊക്കെ പോയാൽ ബിസിനസ് ഉണ്ടാക്കുക, ഈ മാർഗത്തിലൂടെ ഒക്കെ പോയാൽ പൈസ ഉണ്ടാക്കുക, ഒന്നുകൂടി ബിസിനസ് വർദ്ധിപ്പിക്കുക, ആ ശമ്പളം കൂടുതൽ മേടിക്കുക, അതൊന്നും വേണ്ടെന്ന് പറയില്ല. പക്ഷെ അത് ഇവിടെ പറഞ്ഞെന്താ? ആഖിറത്തിനെ മറന്നിട്ടാണ്. ഇതിൽ അവര് ബുദ്ധിമാന്മാരാണ്. ഏത് കാര്യത്തില്? ദുനിയാവ് എങ്ങനെ കിട്ടും, അതെങ്ങനെ അതെങ്ങനെ ശേഖരിക്കാം, അതെങ്ങനെ നേടാം, അതിലവര് ബുദ്ധിമാന്മാരാണ്, നിപുണന്മാരാണ്. ഹുദ്ദാകുൻ അദ്കിയാവുൻ. കണ്ടോ ഇബ്നു കസീർ പറയാണ്, ആ കാര്യത്തിൽ അവർ സമർത്ഥരാണ്. അതവര് നേടിയെടുക്കും. ദുനിയാവിന്റെ അതിന് എത്ര ടൈം? രാവിലെ 5 മണിക്ക് എത്തണം ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ 3 മണിക്കവിടെ പോയിട്ടെത്തും. ഒരു പ്രശ്നമല്ല. അവിടെ പോയിട്ട് 4 മണിക്കൂർ ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞാല് വൈകുന്നേരം വരെ ക്യൂ നിൽക്കും. ഒരു പ്രശ്നമല്ല. വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്, ദീന് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അന്ന് ഇല്ലാത്തൊരു പ്രശ്നമല്ല. അന്ന് എന്തൊക്കെ എല്ലാ പ്രശ്നങ്ങളും അന്ന് ആ 1 മണിക്കൂറിലാണ്. എല്ലാ ഹോസ്പിറ്റൽ കേസും, എല്ലാ ബിസിനസ് കാര്യങ്ങളും, ദുനിയാവിൽ നടത്തേണ്ട ഷുഗലുകളൊക്കെ വന്ന് നടത്തുന്നത് ഈ 1 മണിക്കൂർ ക്ലാസ്സിന്റെ ടൈമിലാണ്. വേറെ ടൈം അവനില്ല. അപ്പൊ ഈ ക്ലാസ്സിന്റെ 1 മണിക്കൂർ അവന് കിട്ടണം.
അതുപോലും ഈ ചത്താടിന് വേണ്ടിയിട്ട് മാറ്റിക്കാണ്. അപ്പൊ ഇബ്നു കസീർ പറയുന്നത് അത് നേടുന്ന കാര്യത്തിൽ അവര് നല്ല സമർത്ഥന്മാരാണ്, സ്മാർട്ടുള്ള ആളുകളാണ്. എന്നിട്ട് പറയുന്നു വഹും ഗാഫിലൂന, എന്നാൽ അവർ അശ്രദ്ധരാണ്. അമ്മാ യൻഫഉഹും ഫിദ്ദാരിൽ ആഖിറ, പരലോകത്ത് അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. കാന്ന അഹദഹും മുഅഫ്ഫലുൻ ലാ ദിഹ്ന ലഹു വലാ ഫിക്ര, അവരുടെ നടപ്പ് ജീവിതം കണ്ടാൽ അതിനെക്കുറിച്ച് അവർക്കൊരു ഫിക്രത്തുമില്ല, ഒരു ചിന്തയില്ല. ദുനിയാവില് അങ്ങനെ നടക്കാണ് അവര്, അതിന്റെ കാര്യങ്ങൾ അതിലവർ സമർത്ഥരാണ്. എന്നാൽ ആഖിറത്തില് അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചിന്തയും അവർക്കില്ല. ആ പ്രയോഗം ശ്രദ്ധിച്ച വഹും ഗാഫിലൂൻ, അവരാകട്ടെ അശ്രദ്ധരാണ്. അമ്മാ യൻഫഉഹും ഫിദ്ദാരിൽ ആഖിറ, പരലോകത്ത് അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരുമാണ്, അതിനവർക്ക് സമയമല്ല. ഇതിങ്ങനെ ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആയത്തുകളും ഹദീസുകളും, അതേപോലെ തന്നെ നമ്മുടെ സലഫുകളുടെ ഖൗലുകൾ. ഒരു പക്ഷേ ഈ ഒരു അവസരമായിരിക്കും നമുക്ക് റമദാനിൽ കിട്ടുക. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, അള്ളാഹിന്റെ ദീന് പഠിക്കാൻ കുറച്ച് സമയമൊക്കെ മാറ്റിവെക്കുക. ഖുർആന് പാരായണം ചെയ്യാൻ, ഹദീസ് പഠിക്കാൻ, ദിക്റുകൾ ദുആകളൊക്കെ ചെല്ലാൻ, 1-2 ദിക്റുകളൊക്കെ രാവിലെ ചെല്ലണം, വൈകുന്നേരം ചെല്ലണം. അതൊക്കെ ഒരു മുഅ്മിന് വേണ്ടതാണ്. അതേപോലെ തന്നെ സദഖകൾ കൊടുക്കാൻ ഒരു ചിന്ത നമുക്ക് നല്ലതാണ്. കാരണം അവസാനം നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അത് അറിയാത്തവരാരുമില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അനന്തരാവകാശികൾക്കുള്ളതാണ്. പിന്നെ നമ്മൾ അമല് ചെയ്തത്, നമ്മുടെ ജാരിയത്തായിട്ട് നമ്മുടെ സദഖകൾ, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ മാത്രമേ ഉപകാരപ്പെടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ചുള്ളൂ, വളരെ കുറച്ച്. ഹസൻ ബസ്രി പറഞ്ഞതുപോലെ ഒരു സ്വപ്നം പോലെ, അത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് രക്ഷക്കുണ്ടാകുക ഈ ലോകത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ മാത്രമായിരിക്കും. അതിലെത്രത്തോളം നമ്മൾ പണിയെടുക്കുന്നുണ്ടോ അത്രത്തോളം പരലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റും. അതിൽ പരാജയമാണോ, ഇവിടെ ഏറിപ്പോയപ്പോൾ 60 കൊല്ലല്ലോ കിട്ടുക. അപ്പൊ 60 വയസ്സായ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചോക്കെ അവർക്കില്ലാത്ത രോഗങ്ങളൊന്നും ഉണ്ടാവും. ഒന്ന് നടന്ന കഥക്കും, ശ്വാസം മുട്ടുണ്ടാവും, ഷുഗർ ഉണ്ടാവും, ബി.പി ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇപ്പൊ ആകെ ഉള്ളത് കുറച്ച് കാലം, 10-20 വയസ്സ് വരെ ഒരു അന്തം ബുദ്ധിയില്ലാതെ അങ്ങനെയും നടന്നു. പിന്നെ ഇപ്പൊ ഉള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. അതിലാണെങ്കിൽ നമുക്ക് സമയമല്ല, നമ്മൾ ബിസിയാണ്, 24 hours ബിസിയാണ്. അങ്ങനെ ഉണ്ട് ആഖിറം നഷ്ടപ്പെടും, നിസ്കരിക്കാൻ കൂടി സമയമില്ല. അപ്പൊ കുറച്ച് നമ്മൾ ചിന്തിക്കുക, ഞാനും നിങ്ങളും ചിന്തിക്കുക. റമളാനാണ് വരാൻ പോകുന്നത്, ദീനിന്റെ കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് ഇടപെടുക, സദഖകളൊക്കെ വർദ്ധിപ്പിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകളും ദുആകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഏത് സമയത്തും ഈ അനുഗ്രഹം എന്താണ്, നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം ഏത് സമയത്തും. അപ്പൊ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മുഅ്മിനായി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്ത് അള്ളാഹു തന്ന നിഅമത്തുകൾ കൊണ്ട് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോകുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുഅ്മിനായി സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനായി മരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വരാനിരിക്കുന്ന റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളെ ധന്യമാക്കാൻ, ആ ദിവസങ്ങളിൽ ജീവിക്കുവാൻ അല്ലാഹു എല്ലാ തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.